ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ 2 ദിവസത്തെ അവധിക്ക് ശേഷം നമ്മൾ നാളെ വിപണിയിലേക്ക് വീണ്ടും പോവുകയാണ്. വിപണിയെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ആഴ്ചകളിലൊന്ന് തന്നെയാണ് ഈ വരുന്ന ആഴ്ച. കാരണം നമ്മൾ Q1 റിസൾട്ടിലേക്ക് കടക്കുകയാണ്. ഈ സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ Q1 റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഓൾറെഡി ഡിമാറ്റും ഡിമാർട്ട് അടക്കമുള്ള കമ്പനികൾ ഓൾറെഡി ഒരു ഔട്ട്ലൈൻ തന്നു കഴിഞ്ഞു. ബാങ്കുകൾ അവരുടെ Q1 ബിസിനസ് ഗ്രോത്തിനെ സംബന്ധിച്ചിട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു ഓവറോൾ ഔട്ട്ലൈൻ ഇപ്പോൾ തന്നെ ഉണ്ട്. എന്നാലും കൂടുതൽ കമ്പനികൾ അവരുടെ ഫുൾ പ്രവർത്തന ഫലവുമായിട്ട് വരുന്ന ഒരാഴ്ച കൂടിയാണ്. അതിന് മുന്നോടിയായിട്ട് 23 ജൂലൈ 23 ജൂലൈ ആയിരിക്കും നമ്മുടെ ബഡ്ജറ്റ് എന്നുള്ള ഡേറ്റും വന്നിട്ടുണ്ട്. സോ അതിലേക്കും കൂടി മാർക്കറ്റ് നടന്നെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കൂടി തന്നെ വളരെ ഇനി ഇൻ്റർനാഷണൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡാറ്റകൾ ഈ ആഴ്ച വരാനുണ്ട്. ഫെഡറൽ റിസർവിൽ US നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യയെ സംബന്ധിച്ചിട്ടാലും വളരെയേറെ ന്യൂസുകളും ഈ ആഴ്ച വരാനുണ്ട്. എല്ലാം കൂടി നല്ലൊരു ഓൾ ടുഗെദർ ഒരു വളരെ കലുഷിതമായിട്ടൊരു ആഴ്ചയായിരിക്കാനുള്ള സാധ്യതകൾ നമുക്ക് മുൻകൂട്ടി കാണാം. അപ്പം മാർക്കറ്റിലേക്ക് വിപണിയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഞങ്ങളുടെ മാർക്കറ്റ് റിസർച്ചും റിപ്പോർട്ടുകളൊക്കെ എത്തുന്നതിനായിട്ട് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മുന്നോട്ട് പോകാം. ആദ്യമായിട്ട് തന്നെ പറയാം, നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,323 വെള്ളിയാഴ്ച സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൗൺ സൈഡ് ഓപ്പണിംഗ് വന്നെങ്കിലും സെക്കൻഡ് ഹാഫിൽ ഒരു റിക്കവറിയോട് കൂടിയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവസാനത്തെ ഒരു അരമണിക്കൂർ നമുക്ക് നല്ല റിക്കവറി മാർക്കറ്റിൽ കണ്ടിരുന്നു. പ്രധാനപ്പെട്ടതും വെള്ളിയാഴ്ചത്തെ ഒരു ഡിസപ്പോയിൻമെൻറ്റിന് കാരണമായിട്ട് തോന്നിയത് HDFC ബാങ്കിൻ്റെ റിസൾട്ട്. HDFC ബാങ്കിൻ്റെ ബിസിനസ് ഗ്രോത്ത് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു Q1 ഉണ്ടത്. അതിൽ വിചാരിച്ചത്ര ഡെപ്പോസിറ്റ് ഗ്രോത്ത് വന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാരണമായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 2 മാസമായിട്ട് HDFC ബാങ്കിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായിരുന്നു. MSCI ഇൻഡെക്സിൽ ഉൾപ്പെടുത്തും എന്നുള്ള കാര്യം നമ്മുടെ ചാനൽ വഴി തന്നെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതുകൊണ്ട് പക്ഷേ അതിന് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു റിസൾട്ട് അല്ല, അല്ലെങ്കിൽ അതിന് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ബിസിനസ് ഗ്രോത്ത് അല്ല വന്നത് എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും HDFC ബാങ്കിൽ 4% കറക്ഷൻ വന്നു. അതിന് തുടർച്ചയായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ കറക്ഷൻ വന്നു. പിന്നെ FIIസിൻ്റെ ലോങ് പൊസിഷൻസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ അവർ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് മുതിർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ളൊരു തിരുത്തലിന് വിപണി വിധേയമാകും. ആ ഒരു പേടിയും ട്രേഡേഴ്സിൻ്റെ ഇടയിലുണ്ട്. അതൊക്കെ തന്നെ ഒരു വീക്കെൻഡ് സെഷനിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് കാരണമായി ആദ്യ സെഷനിൽ നിന്ന് വേണം കരുതാൻ. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ റിക്കവറി വന്നു. മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ് ഇൻടാക്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ചും നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച സെക്ടറുകളിൽ തന്നെ, അതായത് PSU, ഫാർമ, IT മേഖലയിലാണ് പ്രധാനപ്പെട്ട ഒരു റിക്കവറി കണ്ടത്. ലാർജ് ക്യാപ്പിലേക്ക് ചെറിയൊരു ബൈ തിരിച്ചു വരുന്നതായിട്ടും കണ്ടു. റിലയൻസിലും ഫാർമയിലും FMCG സെക്ടറും വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യം കണ്ടു. കാരണം ബജറ്റ് വരുന്നു. ബജറ്റിൽ അതൊരു റൂറൽ ബജറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ റൂറൽ എക്കോണമിയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഒരു ബജറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റൂറൽ എക്കോണമിയിൽ ക്യാഷ് എത്തുന്ന തരത്തിലുള്ള ചില സ്കീമുകൾ, അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂട്ടുക, ടാക്സിൽ ഫെർട്ടിലൈസർ സബ്സിഡി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തുകൊണ്ട് വില്ലേജ് ലെവലുകളിലേക്ക് അല്ലെങ്കിൽ ഗ്രാമതലങ്ങളിലേക്ക് കൂടുതൽ പണം എത്തിക്കുന്ന ഒരു തരത്തിലുള്ള ബഡ്ജറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്രാമത്തിലുള്ള സ്പെൻഡിങ് അല്ലെങ്കിൽ റൂറൽ സ്പെൻഡിങ് കൂടും. ആ റൂറൽ സ്പെൻഡിങ് കൂടുന്നത് സ്വാഭാവികമായിട്ടും FMCG പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള ഒരു ഔട്ട്ലൈനാണ് മാർക്കറ്റിലുള്ളത്. ഇതൊക്കെ തന്നെ ഇനി US വിപണിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ US വിപണിയിലും ഒരു നേരിയ നേട്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. US വിപണി സ്ട്രോങ് ആണ്. അപ്പോൾ അവിടുന്നുള്ള ഗ്ലോബൽ ടെൻഷൻസും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഗ്ലോബൽ ടെൻഷൻസ് ഇപ്പോൾ വളരെയേറെ വ്യാകുലപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു പോസിറ്റീവ് ഓപ്പണിംഗ്. കാരണം FIIസിൻ്റെ ലോങ് പൊസിഷൻസ് ആണ് ചെറിയ രീതിയിലൊരു കൺസേൺ ആയിട്ടുള്ളത്. പക്ഷേ അത് അവർ പ്രോഫിറ്റ് ബുക്കിങ്ങിന് മുതിരുന്നില്ല എങ്കിൽ നമ്മൾ വീണ്ടും അടുത്ത ആഴ്ച നിഫ്റ്റിയിൽ പോസിറ്റീവ് ഔട്ട്ലുക്ക് തന്നെയാണ് കാണുന്നത്. അടുത്ത ഈ വെള്ളിയാഴ്ച വന്നിരിക്കുന്ന FIIസിൻ്റെ ഫിഗേഴ്സ് ക്യാഷ് മാർക്കറ്റ് ലെവൽ 1,241 കോടി രൂപയുടെ ബൈങ് ആണ്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1,651 കോടി രൂപയുടെ സെല്ലിംഗ് ആണ്. FIIസിൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സും മൈനസ് ആണ്. ഓപ്ഷൻസും അതുപോലെ തന്നെ ഓപ്ഷൻസ് മാത്രമാണ് പോസിറ്റീവ് ഉള്ളത്. അതേസമയം ഫ്യൂച്ചേഴ്സിൽ അവർ നെഗറ്റീവ് പൊസിഷനാണ്. സ്റ്റോക്ക് ഓപ്ഷൻസിലും നെഗറ്റീവ് പൊസിഷൻസ് ആണ്. അപ്പോൾ അവർ ഏതെങ്കിലും തരത്തിലൊരു
ഒരു ബുക്കിങ്ങിന് മുതിർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് എടുപ്പിന് ലാഭമെടുപ്പിന് മുതിർന്നു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ളൊരു കറക്ഷന് സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. വെള്ളിയാഴ്ചത്തെ ക്ലോസിങ് 24,324 അപ്പോൾ നമ്മൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 24,400 430 റേഞ്ചാണ് ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് നിഫ്റ്റി ചെയ്യാൻ സാധ്യത. പിന്നീട് ഒരു സൈക്കോളജിക്കൽ ഹഡിലായിട്ടുള്ള 24,500 അത് ക്രോസ് ചെയ്ത് നിഫ്റ്റി സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ 3 ടാർഗറ്റ് നമുക്ക് ഈ ആഴ്ച പറയാം. ആദ്യത്തെ റെസിസ്റ്റൻസ് നിഫ്റ്റി ഫേസ് ചെയ്യാൻ സാധ്യത 24,400 430 റേഞ്ചാണ്. അതിനുശേഷം 24,500 അത് ക്രോസ് ചെയ്ത് സ്റ്റേബിൾ ആണെങ്കിൽ ഒരു 150 പോയിൻ്റെങ്കിലും റാലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. അതായത് 24,600 to 650 ഫൈനൽ ടാർഗറ്റ് ഈ ആഴ്ച നിഫ്റ്റിക്കുള്ളത്. ഇതൊരു അപ്സൈഡ് ടെറിട്ടറിയാണ്. അതേസമയം ഡൗൺ സൈഡിൽ 24,200 250 നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് സോണാണ്. അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഇന്ന് വരെയുണ്ട്. ഇപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഞായറാഴ്ചയാണ്. ഈ ഞായറാഴ്ച വരെ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ ന്യൂട്രലായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 24,200 250 വളരെ ശക്തമായിട്ട് തന്നെ നിഫ്റ്റി ഹോൾഡ് ചെയ്യും എന്ന് തന്നെയാണ് ഈ ദിവസത്തിൽ പ്രതീക്ഷിക്കുന്നത്. മറ്റു അനാലിസിസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലും കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള അനാലിസിസിലേക്കും പോകുന്നതിന് മുന്നോടിയായിട്ട് ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡൻസിനും ഞങ്ങളുടെ സ്റ്റോക്ക് സജഷൻസിനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അതിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. കാരണം ഫേസ്ബുക്കിലും ടെലിഗ്രാമിലൊക്കെ തന്നെ ഒരുപാട് ഫേക്ക് ചാനലുകളുണ്ട്. മറ്റുള്ള ലിങ്കുകൾ ഉപയോഗിക്കാതെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. അപ്പോൾ റിസൾട്ടുകളിൽ തന്നെ നമുക്ക് ആദ്യം ഫോക്കസ് ചെയ്യാം. ഈ ആഴ്ച റിസൾട്ട് വരാൻ 10th ജൂലൈ മുതൽ സ്റ്റാർട്ട് ചെയ്യും. 10th ജൂലൈ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു, എല്ലാവരും ഇൻഫോസിസും TCS മുതൽ അങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ടാറ്റ എൽക്സിയുടെ റിസൾട്ട് വരുന്നത് 10th ജൂലൈക്കാണ്. അതുതന്നെ സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള JTL ഇൻഫ്ര, കേശോറാം ഇൻഡസ്ട്രീസ്, മൂങ്കിപ്പ സെക്യൂരിറ്റീസ്, ഇങ്ങനെ കുറച്ച് കമ്പനികളുടെ റിസൾട്ടുകൾ കൂടി ഈ ആഴ്ച വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മൺഡേ നോക്കാം. മൺഡേ ജൂലൈ 8 US മാർക്കറ്റിൻ്റെ കൺസ്യൂമർ ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അന്നത്തെ ദിവസം ജൂൺ മാസത്തെ കൺസ്യൂമർ ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. അതിൽ 3.2 ആയിരുന്നു മെയ്യിൽ. അത് ഏപ്രിൽ 3.3% ഉണ്ടായിരുന്നു, കുറഞ്ഞ് മെയ്യിൽ 3.2% അപ്പം എന്താണ് ഇനി ജൂണിൽ വരാൻ പോകുന്നതെന്നുള്ളത്, അതൊന്നും കുറയുമോ, അതനുസരിച്ചിട്ട് ഫെഡറൽ റിസർവിൻ്റെ ഔട്ട്ലുക്ക് വരാനുണ്ട്. സോ മൺഡേ US മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇനിയും ആദ്യം ഇൻഫ്ലേഷൻ തിരിച്ച് കയറി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം അവിടുത്തെ അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ കൂടുന്നത് സൂചിപ്പിക്കുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് കൂടുന്നു എന്നുള്ളതാണ്. ഇനി ചൊവ്വാഴ്ച വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ 2 കമ്പനികളുടെ റിസൾട്ട് വരാനുണ്ട്. അതായത് 9th ഡെൽറ്റ കോർപ്പ് ഉണ്ട്, അതുപോലെ തന്നെ GM ബ്രൂവറീസ്. 2 കമ്പനികൾ അവരുടെ Q1 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട് ചൊവ്വാഴ്ച. ബുധനാഴ്ച മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ചൊവ്വാഴ്ച തന്നെ ഫെഡറൽ റിസർവിൻ്റെ ബുധനാഴ്ച ചൈനയുടെ ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നുണ്ട്. അതിന് പുറമെ വ്യാഴാഴ്ച TCSൻ്റെ ഏർണിങ്സ് വ്യാഴാഴ്ച വരുന്നു. UK GDP അന്ന് വരുന്നുണ്ട്. UK ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ വരുന്നുണ്ട്. മാനുഫാക്ചറിങ് ഡാറ്റ വരുന്നുണ്ട്. US ഇനീഷ്യൽ ജോബ് ക്ലെയിംസ് അന്നാണ് വരുന്നത്. US ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നുണ്ട്. മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ്, FOMCയുടെ മീറ്റിംഗ്സ് വരുന്നുണ്ട്. ഫ്രൈഡേ ആണ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നത്. ജൂൺ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്ത്യയെ സംബന്ധിച്ച് വരുന്നു. മാനുഫാക്ചറിങ് ഇന്ത്യൻ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ ഡാറ്റ വരുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ IIP വരുന്നുണ്ട്. സോ ഈ ആഴ്ച ഡാറ്റ ഫ്രണ്ടിൽ നമുക്ക് ഒരുപാടുണ്ട്. ഇന്ത്യൻ എക്കോണമിയെ സ്വാധീനിക്കുന്ന, അതുപോലെ തന്നെ US ഫെഡറൽ റിസർവ് നോക്കുന്ന പലിശ നിരക്കുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റകളൊക്കെ തന്നെ ഇൻ്റർനാഷണൽ ഫ്രണ്ടിൽ നിന്നും വരാനുണ്ട്. അതായത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. വ്യാഴാഴ്ച നമുക്ക് വീക്കിലി എക്സ്പയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ TCSൻ്റെ റിസൾട്ട് കൂടി അന്ന് വരുന്നുണ്ട്. വെള്ളിയാഴ്ച HCL ടെക്നോളജിയുടെ റിസൾട്ട് വരുന്നു. സോ അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡാറ്റ ഫ്രണ്ടിൽ വളരെ സ്ട്രോങ് ആണ്. അതിന് പുറമെ ഇന്ത്യൻ മാർക്കറ്റ് കൂടുതലായിട്ടും നീങ്ങാൻ സാധ്യത Q1 റിസൾട്ടുകളുടെ ഗൈഡൻസും ബഡ്ജറ്റ് ഫോക്കസും ആയിരിക്കും. സ്വാഭാവികമായിട്ടും ബഡ്ജറ്റിൽ ഇപ്പോൾ തന്നെ ഒരു ടോക്ക് ഉണ്ട്, കൂടുതലും റൂറൽ ഓറിയൻറ്റഡ് ആയിരിക്കും, ഫാർമർ ഓറിയൻറ്റഡ് ആയിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഫാർമേഴ്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ തീമായിട്ടുള്ള ആഗ്രോ കെമിക്കൽ സെക്ടേഴ്സ്, ഫെർട്ടിലൈസർ സെക്ടർ, പവർ ഇങ്ങനെയുള്ള സെക്ടറുകളിലേക്ക് തന്നെ ഫോക്കസ് വരാൻ സാധ്യതയുണ്ട്. അതുതന്നെ വെള്ളിയാഴ്ച റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിൻ്റെ കമൻറ്റ് വളരെ സ്ട്രോങ് ആയിരുന്നു. കാരണം ഇപ്പോഴും ഭാരത് ട്രെയിനുകളുടെ വാഗണുകൾ, 10,000-ലധികം വാഗണുകൾ, പുതിയ റൂട്ടുകൾ, പുതിയ ട്രെയിനുകൾ, ഇലക്ട്രിഫിക്കേഷൻ പ്രൊജക്റ്റുകളെ സംബന്ധിച്ചിട്ടൊക്കെ തന്നെ ഒരു ഔട്ട്ലൈൻ തരികയുണ്ടായി. അതിനെ തുടർന്ന് തന്നെ റെയിൽവേ സ്റ്റോക്കുകളിൽ നല്ലൊരു രീതിയിലുള്ള മുന്നേറ്റം കാണുകയുണ്ടായി.
അപ്പോൾ ഈ വരുന്ന ആഴ്ചയൊക്കെ തന്നെ ബജറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ പ്രീ ബജറ്റ് റാലി എന്ന് പറയുന്ന രീതിയിൽ സെക്ടർ സ്പെസിഫിക് ആയിട്ടും സെക്ടർ ഓറിയൻറ്റഡ് ആയിട്ടുമുള്ള ഡാറ്റകൾ വരുന്നതനുസരിച്ചിട്ടുള്ള മൂവ്മെൻറ്റ് വളരെ സ്ട്രോങ് ആയിരിക്കും. അത് എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുന്നുള്ളത് ബജറ്റിന് ശേഷമാണ് നമുക്കത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എന്നാലും ഈ ഒരു ബജറ്റിൽ പ്രധാനപ്പെട്ട തീമുകളായിട്ടുള്ള പല PLI സ്കീമുകൾ, എക്സാമ്പിൾ ടെക്സ്റ്റൈൽ സെക്ടർ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. കാരണം കോട്ടൻ്റെ പ്രൈസിലൊക്കെ ഏകദേശം 50% കട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റൈൽ സെക്ടറിൽ ഒരു റിവൈവിനുള്ള സാധ്യത കാണുന്നുണ്ട്. PLI സ്കീമിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതകൾ, അതുപോലെ തന്നെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ്, പ്രത്യേകിച്ചും ചൈനയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് വളരെ കുറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു ഗുണം കിട്ടിയിരിക്കുന്നത് വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങൾക്കാണ്. അപ്പോൾ വിയറ്റ്നാം, ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങൾക്ക് അതിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള പ്രസൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഇവരുമായിട്ടാണ് ഇപ്പോൾ ഇനി കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് ഇന്ത്യയിൽ ഒരുപാട് റോ മെറ്റീരിയൽ അഡ്വാൻറ്റേജും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റൈൽ സെക്ടറിൽ ഒരു പോസിറ്റീവ്നെസ്സിന് സാധ്യതയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ തന്നെ വെൽസ്പണ്ണും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മിഷനറീസൊക്കെ ഉണ്ടാക്കുന്ന ലക്ഷ്മി മെഷീൻസ്, ഫിനോടെക്സ് കെമിക്കൽസ്, ഇതൊക്കെ തന്നെ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി മാത്രമല്ല, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് സപ്പോർട്ടീവ് ഇൻഡസ്ട്രി കൊടുക്കുന്ന കെമിക്കൽ ഉണ്ടാക്കുന്ന കമ്പനികൾ, അവർക്ക് മെഷീൻസ് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾ, ഇതിലൊക്കെ തന്നെ ഒരു ഫോക്കസ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനി കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റകൾ നോക്കിക്കഴിഞ്ഞാൽ വേദാന്ത അവരുടെ എക്സ്ചേഞ്ചിന് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവരുടെ അലൂമിനിയം, അയൺ ഓർ സിങ്ക് പോലുള്ള പ്രൊഡക്റ്റുകളുടെ പ്രൊഡക്ഷൻ വർദ്ധിച്ചതായിട്ട് കാണുന്നു ജൂൺ ക്വാർട്ടറിൽ. അതായത് അവർ പറയുന്നത് PSC കൊടുത്തിരിക്കുന്ന ഡാറ്റ പ്രകാരം 3% ഉയർച്ചയാണ് അലൂമിനിയം ഔട്ട്പുട്ടിൽ പറഞ്ഞിരുന്നത്. 5,96,000 ടണ്ണാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഫസ്റ്റ് ക്വാർട്ടറിൽ, കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. സിങ്കിലും സെയിലബിൾ ഔട്ട്പുട്ടാണ്, അതായത് 2,62,000 ടണ്ണിനാണ്. കഴിഞ്ഞ വർഷം അത് 2,60,000 ടണ്ണായിരുന്നു. ഈ ഒരു ക്വാർട്ടർ 2,62,000 ടണ്ണായിട്ടുണ്ട്. സിങ്ക് ഇൻ്റർനാഷണൽ മീൻ മെറ്റൽ ഔട്ട്പുട്ടിൽ ഡ്രോപ്പ് വന്നിരിക്കുന്നുണ്ട്. കാരണം 68,000 പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഇപ്പോൾ 38,000 ആണുള്ളത്. ഓയിൽ ആൻഡ് ഗ്യാസ് ഔട്ട്പുട്ടിൽ 17% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ ഡാറ്റ അയണോറിൻ്റെത് 1.2 മില്യൺ ടൺ ഉണ്ടായിരുന്നു, ഇപ്പോൾ 1.3 മില്യൺ വന്നിട്ടുണ്ട്. സോ ഓൾ ടുഗെദർ മെറ്റൽ സെക്ടറിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് തന്നെയാണ്. അതിപ്പോൾ വേദാന്ത ആയാലും ടാറ്റാ സ്റ്റീൽ ആയാലും കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. എനിക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് തോന്നുന്നത് ഹിന്ദുസ്ഥാൻ കോപ്പറാണ്. കോപ്പർ പ്രൈസസ് കൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഓസ്ട്രേലിയ, അതുപോലെ തന്നെ ചിലി, ഇവിടങ്ങളിലെ ചില കോൾ മൈനുകൾ അല്ലെങ്കിൽ അവരുടെ മൈനുകളിൽ കാലാവസ്ഥ കാരണം അടച്ചിട്ടതായിട്ട് അറിയുന്നു. അത് ചിലപ്പോൾ ഒക്ടോബർ വരെയൊക്കെ തുടരാമെന്നുള്ള വാർത്തകൾ ഇൻ്റർനാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ആയിരിക്കും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ബെസ്റ്റ് പ്ലെയർ ഹിന്ദുസ്ഥാൻ കോപ്പർ ആയിരിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 330 റേഞ്ചിലാണുള്ളത്. ഒരു 345-350 വരെയൊക്കെ പോകാനുള്ള സാധ്യത ഹിന്ദുസ്ഥാൻ കോപ്പറിന് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അത് അല്ലെങ്കിലും ഹിന്ദുസ്ഥാൻ കോപ്പർ നമ്മുടെ കവറേജിലുള്ള സ്റ്റോക്കാണ് പണ്ട് മുതലേ. സോ ഇപ്പോഴത്തെ ഈ ഒരു വേദാന്തയുടെ പ്രൊഡക്ഷൻ റിപ്പോർട്ടും ഇൻ്റർനാഷണൽ മീഡിയാസിൻ്റെ റിപ്പോർട്ടൊക്കെ കൂടി ചേർത്ത് വായിക്കുന്ന സമയത്ത് ഹിന്ദുസ്ഥാൻ കോപ്പറിൽ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത് കാണുന്നു. പിന്നെ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡോട്ട് US FDA അപ്രൂവലുമായിട്ട് ബന്ധപ്പെട്ട് സൺഫാർമയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു വാർണിംഗ് ലെറ്ററാണ്. അവരുടെ ദാദർ ഫെസിലിറ്റി അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവർ ഇൻസ്പെക്ട് ചെയ്തതിൽ നിന്നും ഒരു വാർണിംഗ് ലെറ്റർ പോലെയാണ് സൺഫാർമയ്ക്ക് വന്നിരിക്കുന്നത്. അതായത് മെഷീൻസ് വെർ നോട്ട് ആഡിക്വേറ്റ്ലി ക്ലീൻ, മെയിൻറ്റെയിൻ എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് ഫോർ ഡ്രഗ് മാനുഫാക്ചറിങ്, അതായത് ഉപയോഗിക്കുന്ന മെഷീൻസ് ഒന്നും കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുള്ളൊരു വാർണിംഗ് ലെറ്ററാണ് വന്നിരിക്കുന്നത്. ദാദ്ര വേസ്റ്റ് മാനുഫാക്ചറിങ് പ്ലാന്റിലാണ് ഇത് വന്നിരിക്കുന്നത്. അവരുടെ ജൂണിലായിരുന്നു അവരുടെ ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്തത്. ഇത് ചിലപ്പോൾ സൺഫാർമയെ ഒരു ഷോർട്ട് ടേമിലേക്ക്, ഇതൊരിക്കലും ലോങ് ടേമിൽ അതിന് ശേഷം വീണ്ടും അവർ തിരിച്ച് ചെയ്യും. അവർ കമ്പനി പറഞ്ഞിട്ടുമുണ്ട് അവർ ഒന്നും കൂടി റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് പറയുന്നിട്ടുണ്ട്. സോ അതൊരു ചെറിയ ഷോർട്ട് ടേമിലേക്ക് ഒരു നെഗറ്റിവിറ്റി കൊണ്ടുവരാം. ആ സമയത്ത് സൺഫാർമ വളരെ സ്ട്രോങ് ആയിട്ടൊരു ഫാർമ കമ്പനി തന്നെയാണ്. അപ്പോൾ അതിൽ എൻട്രി എടുക്കാനുള്ളൊരു അവസരം നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് കിട്ടിയേക്കാം. പിന്നെ HDFCയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത, HDFC ബാങ്കിൻ്റെ പുതിയ കോർ ബാങ്കിങ് സിസ്റ്റം അവർ ജൂലൈ 13 മുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നു. അവരുടെ പുതിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് മാറുന്നു. അപ്പോൾ അത് കൂടുതൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനും കൂടുതൽ കസ്റ്റമേഴ്സിന് നല്ല ബെറ്റർ ബാങ്കിങ് എക്സ്പീരിയൻസ് കൊടുക്കാനും സാധിക്കുമെന്നാണ് ബാങ്ക് അറിയിച്ചിരിക്കുന്നത്. ഇതും ബാങ്കിനെ പോസിറ്റീവായിട്ട് വരാം. അതേസമയം അവരുടെ ബിസിനസ് ഔട്ട്ലുക്ക് കുറച്ച് നെഗറ്റീവാണെന്ന് നമുക്ക് സംസാരിക്കണം. പിന്നെ എല്ലാ ബാങ്കുകളുടെ അഡ്വാൻസ്ഡ് ലോൺ ഗ്രോത്ത് നോക്കുകയാണെങ്കിലും ഡെപ്പോസിറ്റ്സ് ഗ്രോത്ത് നോക്കുകയാണെങ്കിലും ആ ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല എന്നുള്ള സത്യമാണ്.
പക്ഷേ എങ്കിലും യെസ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഗ്രോത്ത് ആണ് ഫസ്റ്റ് ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു പ്രിഫേർഡ് പിക്കായിരുന്നു. ഞാൻ പലപ്പോഴായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായി, സജസ്റ്റ് ചെയ്തിട്ടുണ്ട് 22-21 രൂപ നിലവാരത്തിലുണ്ടാകുന്ന സമയത്ത് യെസ് ബാങ്ക് വളരെ പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്നു എന്നുള്ളത്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഓൺ ചെയ്തിട്ടുമുണ്ട്, പലപ്പോഴായിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട്, സാർ 22 മേടിച്ചാണ് മൂവ് ചെയ്യുന്നില്ല എന്നുള്ളത്. പക്ഷേ ഈ വെള്ളിയാഴ്ച ഒരു നല്ല മൂവ് യെസ് ബാങ്കിൽ കിട്ടി, 27 രൂപയ്ക്ക് മുകളിലേക്ക് പോവുകയുണ്ടായി. ഞാനിപ്പോഴും പറയുന്നത് യെസ് ബാങ്ക് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ടാർഗറ്റായിട്ട് എനിക്ക് പറയുന്നത് 28-32 ഇടയിലേക്കുള്ളൊരു ടാർഗറ്റിലേക്ക് യെസ് ബാങ്ക് പോയേക്കാം. പക്ഷേ കുറച്ച് പേഷ്യൻസ് കാണിക്കുക. യെസ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു റിക്കവറി, ഒരു ടഫ് സ്റ്റേജിലൂടെ കടന്നുപോയി. വാല്യുവേഷൻ വൈസ് ഞാൻ അത്ര ചീപ്പാണെന്നും പറയുന്നില്ല, പക്ഷേ എങ്കിലും ഒരു ബിസിനസ് ഗ്രോത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 28-32 ലെവലിലേക്കൊക്കെ സുഖമായിട്ട് പോകാനുള്ള കപ്പാസിറ്റി ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നൊരു സ്റ്റോക്ക് തന്നെയാണ് യെസ് ബാങ്ക് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു ഡിസ്ക്ലൈമർ എന്ന രീതിയിൽ ഞാൻ പറയട്ടെ, ഇതിൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിലുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്. അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഡിസ്ക്ലൈമർ കൂടി ഞാനിപ്പോൾ സെബി റെഗുലേഷൻ പ്രകാരം ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഡാറ്റയാണ്. കാരണം ടാറ്റ മോട്ടോഴ്സ് കമ്പൈൻഡ് കഴിഞ്ഞ പ്രാവശ്യത്തെ മൊത്തം ടാറ്റ ഗ്രൂപ്പിൻ്റെ കമ്പനികളിൽ കൂടുതൽ ലാഭം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ടാറ്റ മോട്ടോർ, കോൺട്രിബ്യൂഷൻ ഇൻ ദ സെൻസ് പ്രോഫിറ്റിലേക്ക് TCS തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. ഇപ്പോൾ അതിന് 51% ടോട്ടൽ ടാറ്റയുടെ ലാഭം എന്ന് പറയുന്നത് TCSൽ നിന്ന് തന്നെയാണ്. കാരണം പക്ഷേ അവരുടെ ലാഭത്തിൽ കുറവ് വന്നിട്ടുണ്ട്, അതായത് 63.4% കുറവ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വന്നിട്ടുണ്ടെങ്കിലും TCS തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ വളരെയേറെ കുതിച്ചാട്ടമാണ് അവരുടെ പ്രോഫിറ്റിൽ നടത്തിയത്. 1200% വർധനമാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ലാഭത്തിലുണ്ടായത്. അതായത് വെറും 2022-23 സാമ്പത്തിക വർഷത്തിൽ 2351 കോടി രൂപ ലാഭം ഉണ്ടാക്കിയ കമ്പനി ഇപ്പോൾ 32,203 കോടി രൂപയാണ് ഒരു സാമ്പത്തിക വർഷം ടാറ്റ മോട്ടോഴ്സ് മാത്രം ലാഭം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. 36% വർധന, അതായത് 36% ടോട്ടൽ ടാറ്റയുടെ ലാഭത്തിൻ്റെ 36% കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് 2024 ടാറ്റയാണ് എന്നുള്ളതാണ്. വെറും 3.5% കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ടാറ്റയായിരുന്നു ഇപ്പോൾ 36%ത്തിലേക്ക് വന്നിരിക്കുന്നത്. സോ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഔട്ട്ലൈൻ തന്നെയാണ് കമ്പനിയെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത് TCS തന്നെയാണ്. കൂടുതൽ റിപ്പോർട്ടുകൾ നമുക്ക് വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ ടാറ്റ മോട്ടോഴ്സ് ഇപ്പോഴും പോസിറ്റീവ് ഔട്ട്ലുക്ക് തന്നെയാണ്. ഞങ്ങൾ 960-990 റേഞ്ചുകളിലൊക്കെ തന്നെ നമ്മൾ യൂട്യൂബ് മെമ്പേഴ്സിനും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ടാറ്റയിൽ ഇപ്പോഴും പോസിറ്റീവാണ്. 1100, 1150 നിലവാരത്തിലേക്കെങ്കിലും ടാറ്റ പോകാനുള്ള സാധ്യതകൾ ഇപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ നടത്തിയിരിക്കുന്ന മറ്റൊരു കമ്പനി അദാനി പവറാണ്. അവരുടെ കപ്പാസിറ്റി ഏകദേശം 30 ജിഗാവാട്ടായിട്ട് അവർ കൂട്ടാൻ പോകുന്നതാണ്. കാരണം ഇപ്പോൾ അവർ 15.25 ജിഗാവാട്ടിലാണ് ഓപ്പറേറ്റ് ചെയ്തത്. അതിനുശേഷം അവർ 21 ജിഗാവാട്ടിലേക്കും 25 ജിഗാവാട്ടിലേക്കും തന്നെ അപ്ഗ്രേഡ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും കമ്പനിയുടെ 2030 2029-30 സാമ്പത്തിക വർഷത്തോടു കൂടി 30 ജിഗാവാട്ടായിട്ട് ഉയർത്തുക എന്നുള്ളതാണ് അദാനി ഗ്രൂപ്പിൻ്റെ പ്രസൻറ്റേഷനിൽ പറയുന്നത്. അതുപോലെ തന്നെ അദാനി പവറിൻ്റെ അവരുടെ കപ്പാസിറ്റി എഡിഷനിൽ, അതായത് അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ 15.25 ജിഗാവാട്ട് ഉണ്ട്. അതിൽ നിന്നും അവർ മെയ്യിലേക്ക് 21 ജിഗാവാട്ടിലേക്ക് വരും. അതിനുശേഷം പിന്നീട് 24+ എന്നുള്ളത് അപ്ഗ്രഡേഷന് വന്നു. അത് ചെറിയ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ കപ്പാസിറ്റി എഡിഷൻ എന്ന് പറയുന്നത്. പക്ഷേ കൃത്യമായിട്ടുള്ളൊരു ന്യായീകരമല്ലെങ്കിലും അവർ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ ഗ്രീൻഫീൽഡ് എക്സ്പാൻഷന് പോകും. പ്രത്യേകിച്ചും റിന്യൂവബിൾ സോഴ്സിലേക്ക് പോകുന്ന സമയത്ത് ഈ തെർമൽ പവറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു സംശയം എല്ലാവർക്കും ഇടയിലുണ്ടായിരുന്നു. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് തെർമൽ പവർ പ്രൊഡ്യൂസറാണ് ഇപ്പോഴത്തെ അദാനി പവർ എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവരും ഗ്രീൻ എനർജിയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഈ കപ്പാസിറ്റി എഡിഷൻ വരുന്നത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബഡ്ജറ്റിൽ ഫോക്കസ് ചെയ്ത്, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒരു ഗവൺമെൻറ് റിപ്പോർട്ട് വന്നിരുന്നതനുസരിച്ച് നമ്മൾ പവർ സെക്ടറിലൊരു അപ്മൂവ് പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്ത്യ ഒരു പവർ സപ്ലൈ അല്ലെങ്കിൽ പവർ ഡിമാൻഡിൽ വളരെയധികം വർധനവാണ് വന്നിരിക്കുന്നത്. സോ ഇതെങ്ങനെയാണ് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഗ്രീൻ എനർജി അല്ലെങ്കിൽ റിന്യൂവബിൾ സോഴ്സിലേക്ക് മാത്രമാണോ തെർമൽ എക്സിസ്റ്റിംഗ് പവർ പ്ലാന്റുകൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഏതായാലും ഗവൺമെൻറ്റിൻ്റെ ഫോക്കസിൽ പവർ സെക്ടർ ഒരു വളരെ ഫോക്കസിലാണ്. അത് ഓൾറെഡി നല്ല സ്റ്റോക്കുകളൊക്കെ റാലി ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ NTPC ആയിക്കോട്ടെ, മീൻസ് അങ്ങനെ എല്ലാ സ്റ്റോക്കുകളും PFC, NTPC, REC പോലുള്ള കമ്പനികളിലൊക്കെ തന്നെ നല്ല. അപ്പോൾ വരുന്ന വർഷങ്ങളിലും പവർ സെക്ടർ വളരെ ഫോക്കസിലായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സ്റ്റോക്കുകൾ നമുക്ക് വരുന്ന വീഡിയോകളിൽ നല്ല സ്റ്റോക്കുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ബിസിനസ് ഐഡിയാസ് ഉള്ളത്. ഇനി നമുക്ക് മറ്റുള്ള പ്രധാനപ്പെട്ട സെഗ്മെൻറ്റിലേക്ക് പോകാം. അതിലൊന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത്
വരുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് TTK പ്രസ്റ്റീജ് ആയിരുന്നു. TTK പ്രസ്റ്റീജ് ശേഷം 900 രൂപ വരെ വരികയുണ്ടായി. 760-65 നിലവാരത്തിലാണ് കഴിഞ്ഞ ആഴ്ച നമ്മളത് ഡിസ്കസ് ചെയ്തത്. അതിനുശേഷം 900 രൂപ വരെ വരികയുണ്ടായി. 930 എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ ഏതായാലും ഒരുപാട് ആൾക്കാർ എൻ്റർ ചെയ്തു, ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ സന്തോഷം. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത്, അതിനു പുറമെ CMS ഇൻഫോ, നമ്മുടെ ക്യാഷ് മാനേജ്മെൻറ്റ് കമ്പനിയായിട്ടുള്ള CMS ഇൻഫോയും നല്ല രീതിയിൽ മുന്നോട്ട് വന്നു. 525-30 നിലവാരത്തിലേക്ക് വരികയുണ്ടായി. നമ്മളത് 460-65 നിലവാരത്തിലാണ് പറഞ്ഞത്. അപ്പോൾ 520-530 ടാർഗറ്റായിരുന്നു അന്ന് സൂചിപ്പിച്ചിരുന്നത്. അതും ഏകദേശം ആ ഒരു ടാർഗറ്റിലേക്ക് വരികയുണ്ടായി. നിങ്ങളെല്ലാവരും തന്നെ അതിൽ പ്രോഫിറ്റ് എടുത്തു എന്ന് പറഞ്ഞതിൽ സന്തോഷം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ഓഹരി നേരത്തെ സൂചിപ്പിച്ചതാണ്, ഹിന്ദുസ്ഥാൻ കോപ്പറാണ്. പ്രത്യേകിച്ചും കോപ്പർ ഡിമാൻഡ് കൂടി വരുന്നു. എന്തുകൊണ്ട് ഹിന്ദുസ്ഥാൻ കോപ്പർ? അധികം ആരും തന്നെ ഈ ഹിന്ദുസ്ഥാൻ കോപ്പറിനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. ഞാൻ ആദ്യമേ പറയട്ടെ, ഞങ്ങളുടെ പേഴ്സണൽ പോർട്ട്ഫോളിയോ, എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോ ആയാലും ശരി, നമ്മുടെ സ്വിംഗ് ഈസ് കിങ്ങിൻ്റെ നമ്മുടെ സ്വന്തം ഗ്രൂപ്പിൻ്റെ പോർട്ട്ഫോളിയോയിലും വളരെ താഴ്ന്ന നിലവാരത്തിൽ, അതായത് 100 രൂപയിൽ താഴെയുള്ള സമയം മുതൽ നമ്മൾ അക്യുമുലേറ്റ് ചെയ്തൊരു സ്റ്റോക്കാണ്. നമ്മുടെ ഒരു മൾട്ടി ബാഗർ പിക്ക് കൂടിയാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ എന്ന് പറയുന്നത്. സോ ഹിന്ദുസ്ഥാൻ കോപ്പർ ഈ ഒരു നിലവാരത്തിൽ എനിക്ക് തോന്നുന്നു ഒരു സ്വിംഗ് ബേസിൽ നമുക്ക് ഒരു എൻട്രി എടുക്കാവുന്നതാണ്. 330 നിലവാരത്തിലാണുള്ളത്. 330 നിന്ന് ഒരു 350-360 റേഞ്ചിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കായിരിക്കും. ഹിന്ദുസ്ഥാൻ കോപ്പറിനെ കുറിച്ച് വളരെ കുറച്ച് മാത്രം ഞാനിവിടെ പറയാം. ഇന്ത്യയിലെ ഒരേ ഒരു വെർട്ടിക്കലി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോപ്പർ പ്രൊഡ്യൂസറാണ് ഇവർ. വേദാന്തി ഒക്കെ തന്നെയുണ്ട്, പക്ഷേ ഇവർ വെർട്ടിക്കലി ഇൻ്റഗ്രേറ്റഡ് ആണ്. കാരണം എല്ലാ മേഖലകളും കോപ്പറിൻ്റെ മൈനിങ് മുതൽ അതിൻ്റെ പ്രോസസ്സിങ് മുതൽ അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സിലും എൻഗേജ് ചെയ്യുന്ന ഒരേ ഒരു കമ്പനി എന്ന് പറയുന്നത് നമുക്ക് ഹിന്ദുസ്ഥാൻ കോപ്പർ ആയിരിക്കും. അതായത് അതിൻ്റെ ബെനിഫിസിയേഷൻ മുതൽ സ്മെൽറ്റിങ്, റിഫൈനിങ്, കാസ്റ്റിങ്, റിഫൈൻ മെറ്റൽ, അങ്ങനെ ഡൗൺവേർഡ് സ്ട്രീം സീ ലെവൽ പ്രൊഡക്റ്റാക്കി മാറ്റുന്നത് വരെയുള്ള എല്ലാ കംപ്ലീറ്റ് പ്രോസസ്സിലും എൻഗേജ് ചെയ്യുന്നു. 5 ഓപ്പറേറ്റിംഗ് യൂണിറ്റ്സാണ് ഇവർക്കുള്ളത്. ഒന്ന് രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. ഇവരുടെ മൊത്തം റിഫൈനിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 68,500 TPA ആണ്. കോപ്പർ കാത്തോഡ്, TPA അങ്ങനെയാണ് ഇതിനെ സാധാരണയായിട്ട് സ്മെൽറ്റിംഗ് പോയിൻറ്റ്സിനെ പറയുന്നത്. അതുതന്നെ ഇവരുടെ എസ്റ്റിമേറ്റഡ് റിസോഴ്സസ് നോക്കിക്കഴിഞ്ഞാൽ 698.44 മില്യൺ ടൺസ് ആണ്. ഇത് കമ്പനിക്ക് ഏകദേശം ഇന്ത്യയുടെ മൊത്തം കോപ്പർ നിക്ഷേപത്തിൻ്റെ 55% കമ്പനിയുടെ കയ്യിലാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാവും. അവരുടെ സ്വന്തം ഓപ്പറേറ്റിംഗ് മൈൻ ലീസിങ്സ് ആണ് ഇവരുടേത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്നും. അതുതന്നെ ഇവരുടെ കപ്പാസിറ്റി ഇവർ കൂട്ടാൻ പോവാണ്. ഇപ്പോൾ 4.04 മില്യൺ ടൺ പെർ ആനം ഉള്ളത് 12.2 മില്യൺ ടൺ പെർ ആനുമായിട്ട് ഫസ്റ്റ് ഫേസിൽ കൂട്ടാൻ പോകുന്നു. അതിനുശേഷം ഇവർ എക്സ്പാൻഡ് ചെയ്തിട്ട് 20.2 മില്യൺ ആക്കി കൂട്ടാൻ പോകുന്നു. കമ്പനിയുടെ കോപ്പർ കൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല ക്ലീനസ്റ്റ് ആയിട്ടുള്ള കോപ്പർ എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ കയ്യിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ലെസ് ദാൻ 0.01 അർസനിക് എന്ന് പറയാം. അർസനിക്കിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാകുമ്പോഴാണ് കോപ്പർ വൃത്തികേടായി പോകുന്നത്. സോ 0.01% താഴെയാണ് ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ കയ്യിലുള്ള കോപ്പറിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അത് ലാർജസ്റ്റ് പ്രൊഡ്യൂസറായിട്ടുള്ള പെറു, ചിലി, ബൾഗേറിയ അവരുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 1 to 8% ആർസനിക് കണ്ടൻറ്റുള്ള കോപ്പറാണ് അവർക്കുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസേഴ്സാണ് അവരൊക്കെ. പക്ഷേ 1 to 8% ആർസനിക് കണ്ടൻറ്റ് എന്ന് പറയുന്നത് വേൾഡ് മാർക്കറ്റിൽ അതിൻ്റെ വില കുറയാൻ സാധിക്കും. പക്ഷേ ഇന്ത്യയിൽ ഈ ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ കയ്യിലുള്ള കോപ്പറിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് 0.1% ആർസനിക്ക് മാത്രമേ ഉള്ളൂ. അതായത് 1% എത്രയോ കുറവാണ്. ബൾഗേറിയയിൽ 1.8% ആണ്. ഇത് ഇന്ത്യൻ കോപ്പർ മാർക്കറ്റിൽ ഹിന്ദുസ്ഥാൻ കോപ്പറിനെ പോസിറ്റീവാണ്. അതിന് കോപ്പറിനെ അടുത്ത ഗ്രീൻ മെറ്റൽ എന്നാണ് പറയുന്നത്. കാരണം പുതിയ പെട്രോളിയൊക്കെ പണ്ട് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേ സ്റ്റേജിലാണ് ഇപ്പോൾ കോപ്പർ ഉള്ളത്. കാരണം വളരെയേറെ ഡിമാൻഡ് കൂടി വരുന്നു. ഇലക്ട്രിക് വെഹിക്കിളുകളായിക്കോട്ടെ 3.6 ടൈംസാണ് കോപ്പറിൻ്റെ യൂസ് വരുന്നത്. ക്ലീൻ എനർജിയിൽ വരുന്നുണ്ട്. അതായത് വിൻഡ്, സോളാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് ആവശ്യമുണ്ട്. ടെലികോം സെക്ടറിൽ ആവശ്യമുണ്ട്. അതായത് പെർ ക്യാപിറ്റൽ കോപ്പർ കൺസംഷൻ ഇന്ത്യ ഓൺലി 0.6 kg ആണ്. അതായത് 600 ഗ്രാമാണ്. വേൾഡ് ആവറേജ് 3.5 കിലോ ആണ് വരുന്നത്. 3.2 കിലോ ആണ് ഒരു ആവറേജ് കോപ്പർ കൺസംഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അത് വെറും 600 ഗ്രാം മാത്രമേ ആയിട്ടുള്ളൂ. ചൈനയിൽ 8.4 കിലോ ആണ്. അതായത് 8 കിലോ 400 ഗ്രാം. അതായത് അത്രയും ആവശ്യമുണ്ട്. ഇതൊരു 1 kg ആയിട്ട് വളരുകയാണെങ്കിൽ പോലും 2030 സിഗ്നിഫിക്കൻറ്റ് ഡിമാൻഡ് ബൂസ്റ്റ് ആയിരിക്കും കോപ്പറിന് വരിക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹിന്ദുസ്ഥാൻ കോപ്പർ ഇവിടുന്നും ഒരു മൾട്ടി ബാഗറായി പോകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ മെമ്പേഴ്സിന് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഇത് മെമ്പേഴ്സിന് ഇപ്പോഴത്തെ നമ്മുടെ ഒരു സ്വിംഗ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 30-40 രൂപയാണ്. 330 ഉണ്ട്, 350-360 റേഞ്ചിലേക്ക് പോകുമായിരിക്കും.
അപ്പോൾ ഹിന്ദുസ്ഥാൻ കോപ്പറാണ് ഈ ആഴ്ച സജസ്റ്റ് ചെയ്യുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത്. മെറ്റൽ സെക്ടർ പ്രത്യേകിച്ചും പോസിറ്റീവാണ്. വേദാന്ത, ഹിന്ദുസ്ഥാൻ കോപ്പർ ഇങ്ങനെയുള്ള ഓഹരികളിലൊക്കെ തന്നെ നമുക്ക് ചെറിയൊരു എക്സ്പോഷർ എടുത്ത് നോക്കാം. ഓക്കെ, സോ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളുള്ളത്. റിസൾട്ടുകൾ ഫോക്കസ് ചെയ്യുക, അതുപോലെ തന്നെ ബജറ്റിൽ ഫോക്കസ് ചെയ്യുക. ഇതിൽ മുന്നോടിയായിട്ടായിരിക്കും മാർക്കറ്റ് മുന്നോട്ടെടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് അടുത്ത വീഡിയോയിനുള്ള പ്രചോദനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. എന്താണ്, നിങ്ങൾക്ക് ഒരു 5000 10,000 വ്യൂസ് ഉള്ളൊരു വീഡിയോയിൽ ആകെ ലൈക്കുള്ളത് 300 200 കണ്ടൻറ്റ് നിങ്ങൾക്ക് മാക്സിമം ബെനിഫിറ്റ് എന്ന രീതിയിൽ ഞങ്ങൾ എത്തിച്ചേരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള പ്രോത്സാഹനങ്ങൾ കൂടി വരിക. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. അവിടെ വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള റിസർച്ച് അപ്ഡേറ്റ്സുകളും ഒക്കെ തന്നെ നടത്തുന്നുണ്ട്. അത് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.